ഈ ലോകത്തിന് മുന്നിൽ ഭഗവാൻ കംസന്റെ അന്തകനാണ് എന്ന സൂചന നൽകുകയും കംസൻ അത് ഏറെക്കുറെ ശരിവെച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ ഇനി ആ കൃഷ്ണനെ വകവരുത്തുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമാണ്? കംസന്റെ ലക്ഷ്യമാണ്. കംസന്റെ കൊട്ടാരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചു. അപ്പോ കംസൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് പോയി ഇനി ആരെയും വിടുന്നില്ല. കാരണം എന്താ, വിട്ടവരെയൊക്കെ ആരില്ലാതാക്കി കൃഷ്ണൻ വധിച്ചു. പക്ഷെ കംസൻ എന്നിട്ട് ഒരു വിശ്വാസം വന്നിട്ടില്ല കൃഷ്ണൻ അങ്ങനെ വധിച്ചു എന്നുള്ളത്. കാരണം എന്താ, വിട്ടവരൊന്നും അത്ര ദുർബലരൊന്നുമല്ല, വിട്ടവരൊക്കെ വലിയ ശക്തിശാലികളാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പൂതനയൊക്കെ എന്ന് പറഞ്ഞാൽ ദുർബലയൊന്നുമല്ല, വളരെ ശക്തിശാലിയാണ് ആര്, പൂതന എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രയും ആൾക്കാരെ വധിച്ചു എന്ന് പറയുന്നൊരു അത്ഭുതത്തോടു കൂടിയിട്ടാണ് ആര് ശ്രമിച്ചിരിക്കുന്നത്, കംസൻ. അതുകൊണ്ട് കംസൻ പറഞ്ഞു ഇനി നേരിട്ടുള്ള കാര്യങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് ഇനി താൻ തന്നെ നേരിട്ട് അവിടേക്ക് പോയി, മനസ്സിലായില്ലേ, താൻ തന്നെ നേരിട്ട് അവിടേക്ക് പോയിട്ട് ആരെ വധിക്കുന്നുണ്ട്? താൻ തന്നെ നേരിട്ട് പോയിട്ട് അവിടെ എത്തി ആ കൃഷ്ണനെ വധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്രകാരം അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വേളയിൽ കംസനോട് മറ്റുള്ള അനുചരന്മാർ പറഞ്ഞു, ഹേ മഹാരാജാവേ, അങ്ങൊരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി മാത്രം പടയൊക്കെ തെളിച്ച് അവിടം വരെ പോയി എന്നൊക്കെ പറഞ്ഞാൽ ലോകം അങ്ങയെക്കുറിച്ച് ഓർത്ത് പുച്ഛിക്കും. കാരണം എന്താ, അങ്ങയുടെ ശത്രു വളരെ നിസ്സാരക്കാരനാണ്, ഒരു കൊച്ചു കുട്ടിയാണ്, അല്ലേ, അത്ര വലിയ വളർന്നിട്ടില്ലാത്ത യോദ്ധാവൊന്നും അല്ലാത്ത ഒരു കൊച്ചു കുട്ടിയാണ്. ആയുധാഭ്യാസം വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിയെ വധിക്കാൻ വേണ്ടി മാത്രം പരാക്രമിയായ കംസൻ പോയി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ മൂക്കത്ത് വിരൽ വെക്കില്ലേ? മറ്റുള്ളവർക്ക് ഈ വൃത്താന്തം അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെന്താ ചെയ്യാൻ പറ്റുന്നത്? അവനെ ഇവിടേക്ക് വരുത്തുക, മനസ്സിലായില്ലേ? ഇങ്ങോട്ട് വരുത്തിയിട്ട് അവനെ വധിക്കാം എന്നുള്ള അവസാനത്തെ ചർച്ചയിൽ അറിയപ്പെട്ടു. അപ്പൊ കൃഷ്ണനെ ഇങ്ങോട്ടേക്ക് വരുത്തണം. അതിനെന്താ ചെയ്യാൻ പറ്റുന്നത്? ചെന്നിട്ട് കൃഷ്ണ ഇങ്ങോട്ടേക്ക് വരൂ, കംസനെ നിന്നെ ഒന്ന് കൊല്ലണം എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം തന്ത്രപൂർവം ആരെ കൊണ്ടുവരണം? കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടെ മധുരയിൽ വലിയ ഒരു ആഘോഷം സംഘടിപ്പിച്ചു, ഒരു ഉത്സവം. ഈ ഉത്സവം കംസന്റെ പ്രൗഢിയെ കാട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് എന്തിനാണ്? ആ ക്ഷേത്രത്തിലെ ദേവന്റെ ചൈതന്യം, അല്ലേ, ആ പ്രൗഢിയെ ഉജ്ജ്വലമാക്കി, അല്ലേ, അത് ഈ സമൂഹത്തിലേക്ക് പകരുന്നതല്ലേ ഉത്സവം. എല്ലാ ദിവസത്തെ പൂജാതി വിധികളും അനുഷ്ഠാനങ്ങളും ആയിരിക്കും ഉത്സവത്തിനുള്ളത്. വിശേഷാൽ, അല്ലേ, വലിയൊരു ആഘോഷം തന്നെ സംഘടിപ്പിക്കപ്പെടും. അതുപോലെ കംസന്റെ പ്രൗഢിയെ ബോധിപ്പിക്കാൻ. അപ്പൊ പ്രൗഢി എന്ന് പറഞ്ഞാൽ കംസന്റെ ശക്തി, അതാണല്ലോ കംസന്റെ പ്രൗഢി എന്ന് പറഞ്ഞാൽ ശക്തിയാണ്. അസുരന്മാരെപ്പോഴും തന്റെ ശക്തിയിൽ അഹങ്കരിക്കുന്നവര് ആണ്, അല്ലെങ്കിൽ അധർമ്മികൾ എപ്പോഴും ശക്തിയിൽ അഹങ്കരിക്കുന്നവരാണ്. അപ്പൊ കംസന് ഒരു വലിയ വില്ലുണ്ട്. ആ വില്ലിന്റെ പ്രത്യേകത, അത് എടുത്തു പോക്കാൻ സാധാരണക്കാർക്ക് ആർക്കും പറ്റില്ല. അത്ര വലിയ ബലമുള്ള വില്ലാണ് ആ വില്ല്, ഭാരമുള്ളതാണ്. അപ്പൊ അത് എടുത്തു പൊക്കണമെന്നുണ്ടെങ്കിൽ അത്ര കരുത്തുള്ളവർക്കേ പറ്റൂ. അപ്പൊ ആ വില്ല് തന്നെ അത്രയും ശക്തിയുള്ള, അത്രയും ബലമുള്ള വില്ലെടുത്ത് പൊക്കുക എന്ന് പറയുന്നത് തന്നെ കംസനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയം തോന്നുന്നതാണ് ആ വില്ലിന്റെ പ്രത്യേകത. അപ്പൊ ആ വില്ലിന്റെ ഒരു ആഘോഷമാണ്. വില്ലാണ് മുഖ്യമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ ആഘോഷത്തില് മുഖ്യമായ ശാലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ വില്ല് ആണ്. അപ്പൊ ആ ആഘോഷത്തിലേക്ക് ഈ കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഈ ആഘോഷത്തിന്റെ പേര് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോ ഈ കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാൻ ആരാണ് പോകുന്നത് എന്ന് ചർച്ച ചെയ്തപ്പോ അക്രൂരൻ എന്ന് പറയുന്ന മധുരയില് കംസനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളിന്റെ പേര് സെലക്ട് ചെയ്തു. അക്രൂരന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അക്രൂരന് ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്, മനസ്സിലായില്ലേ? എന്നാൽ ഭഗവാനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ബന്ധം ഉണ്ടെങ്കിലും നേരിട്ട് കാണാൻ പോയിട്ടില്ല. ആരെ പേടിച്ചിട്ട്? കംസനെ പേടിച്ചിട്ട്. ഭഗവാനോട് നിറഞ്ഞ ഭക്തിയുമാണ് ആർക്കുള്ളത്? അക്രൂരർക്ക് ഉള്ളത്. ഈ അക്രൂരരുടെ പേരിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. അക്രൂരരുടെ പേരിൽ തന്നെ എന്താ ഉള്ളത്? ക്രൂരത ഇല്ലാത്തവനെന്നാണ്, മനസ്സിലായില്ലേ? അപ്പൊ ക്രൂരത ഇല്ലാത്ത അക്രൂരനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നന്ദഗോവർക്കൊക്കെ അക്രൂരരെ അറിയാം. അതുകൊണ്ട് അക്രൂരന് പോയാൽ ഒരിക്കലും സംശയം വരില്ല. അക്രൂരരെ തന്നെ അതിനുവേണ്ടി നിയോഗിച്ചു. അക്രൂരര് വളരെ വേഗത്തിൽ എവിടേക്ക് പോവുകയാണ്? കൃഷ്ണന്റെ അടുത്തേക്ക് പോവാം. അക്രൂരർക്ക് അറിയാം കംസന്റെ ഉള്ളിൽ ചതിയാണ് ഉള്ളതെന്നറിയാം. പക്ഷെ എന്നിട്ടും അക്രൂരർ ഈ ദൗത്യം ഏറ്റെടുത്തതിന്റെ ഒരു കാരണം ഭഗവാനെ കാണാനുള്ള ഒരു മോഹം ആർക്കുണ്ട്? അക്രൂരർക്കുണ്ട്, മനസ്സിലായില്ലേ? കൃഷ്ണനെ കാണാനുള്ള ഒരു മോഹം അക്രൂരർക്കുണ്ട്. അത് സാധിക്കുമല്ലോ ഇതിന്റെ കൂട്ടത്തിൽ.
ഇനിയിപ്പോൾ താൻ പോയില്ലെങ്കിൽ തനിക്ക് പകരം വേറെ ഒരാളെ വിടും. അപ്പോൾ എന്തായാലും പോവുക തന്നെയാണെന്ന് അക്രൂരർ നിശ്ചയിച്ചു. അക്രൂരർ നേരെ എത്തി, വൃന്ദാവനത്തിലെത്തി. നന്ദഗോപനെ സൽക്കരിച്ചു. എന്താണ് വിശേഷം, എന്താണ് പ്രധാനമായിട്ട് അങ്ങ് വന്നതെന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞു, ഇങ്ങനെ വലിയൊരു ഉത്സവം കംസന്റെ സ്ഥലത്ത് നടക്കുന്നുണ്ട്. കംസൻ മഹാരാജാവാണ്. ആ കംസന്റെ രാജ്യത്തെ ഒരു ചെറു രാജ്യമാണ് ഈ ഗോപകുമാരന്മാരുടെ രാജ്യം. അതുകൊണ്ട് തന്നെ കംസന്റെ സ്ഥലത്ത് ആഘോഷങ്ങൾക്കൊക്കെ വിളിച്ചാൽ ആരും പോകണം? നന്ദഗോപുരം കുടുംബവും പോകേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ ഇന്നത്തെ സംവിധാനം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭാരതം എന്ന് പറയുന്ന അല്ലേ ഒരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടത്തിൻ്റെ കീഴിലല്ലേ കേരളം, തമിഴ്നാട്, ആന്ധ്ര ഇങ്ങനെ തുടങ്ങിയ സംസ്ഥാനങ്ങളുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഈ ചെറിയ ഒരു സ്ഥലത്തിൻ്റെ ഭരണാധികാരിയാണ് ആര്? നന്ദഗോപര്. അങ്ങനെയുള്ള ചെറിയ അനേകം സ്ഥലങ്ങൾ ചേർന്നുള്ള സ്ഥലത്തിൻ്റെ ഭരണാധികാരിയാണ് ആര്? കംസൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കംസൻ ഇങ്ങനെ ആഘോഷം സംഘടിപ്പിച്ചു. നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരാനാണ് എന്നെ വിട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചു. അപ്പോൾ നന്ദഗോപര് പറഞ്ഞു, പെട്ടെന്ന് അവിടേക്ക് വരാൻ ചില അസൗകര്യമുണ്ട്. എന്താ കാരണം? ഞങ്ങളൊക്കെ ഈ പശുക്കളെ വളർത്തി ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇത്രയും പശുക്കളെയൊക്കെ വളർത്തി ജീവിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമായ പുല്ലും വൈക്കോലും ഇല്ലേ തീറ്റിയൊക്കെ ശേഖരിച്ച് വെക്കാതെ പെട്ടെന്ന് പശുവിനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തയ്യാറാക്കിയിട്ട് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് അക്രൂരർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഞങ്ങളെ കൂടെ അയക്കും. യഥാർത്ഥത്തിൽ വന്നത് നന്ദഗോപനെ കൂട്ടാനല്ല, ആരെ കൂട്ടാനാണ്? കൃഷ്ണനെ കൊണ്ടുപോകാനാണ്. അപ്പോൾ സാധാരണഗതി നമുക്കറിയാലോ, ഈ ഒരു ആഘോഷവും ഉത്സവമൊക്കെ ഉണ്ടെങ്കിൽ, ബന്ധു വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ പോകുന്ന ആരായിരിക്കും? കുട്ടികളാണ് പോകാൻ റെഡിയാണ്. ഇവിടെ കൃഷ്ണനാണെങ്കിൽ അക്രൂരനെ പുറകിൽ നിന്ന് മാറാതെ കൂടെ നിൽക്കുക. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നേരത്തെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി അക്രൂരർ ആവശ്യപ്പെടണം. കാര്യം അവതാരത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണം. രണ്ടാമത്തെ കാര്യം, താൻ അടുത്തില്ലാത്ത സമയത്ത് അറിയാതെ അക്രൂരരുടെ വായിന്ന് യഥാർത്ഥ സത്യം പുറത്തു വന്നാൽ നന്ദഗോപര് വിടാൻ പറ്റിയില്ലെങ്കിൽ അല്ലേ കംസനെ വധിക്കാനും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് അക്രൂരർ ഒരു കാരണവശാലും കംസന്റെ മനോഭാവത്തെ ആരോട് പറയരുത്? നന്ദഗോപരോട് പറയാനും പാടില്ല. അതുകൊണ്ട് വിട്ടുമാറാതെ ഇങ്ങനെ ഒപ്പം കൂടി അവസാനം കുഞ്ഞുങ്ങളെ കൂടെ വിടാൻ വേണ്ടിയിട്ട് നന്ദഗോപര് തയ്യാറായി. അങ്ങനെ കൃഷ്ണനും ബലരാമനും കൂടി അക്രൂരരോടൊപ്പം യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ യമുനാതീരത്തുകൂടി ഇങ്ങനെ യാത്ര ചെയ്തിട്ട് നേരെ മധുരയിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ ഓരോരോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ മധുരയിൽ എന്തൊക്കെ കാഴ്ചകളുണ്ട്, ഈ കൊട്ടാരത്തിൽ ആരൊക്കെയുണ്ട്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്ന, ഉത്സവത്തിന്റെ പ്രത്യേകതകൾ എന്താ, കാരണം എന്താ, ഈ ഗ്രാമപ്രദേശം വിട്ട് ഇന്ന് വരെയും പട്ടണപ്രദേശത്തേക്ക് പോയിട്ടില്ല. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഒരു കുട്ടി ആദ്യമായിട്ട് ഒരു വലിയ സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ കൂടെ പോകുന്നവരോട് ചോദിക്കില്ലേ ഓരോ കാര്യങ്ങൾ? ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അക്രൂരർ ഇതിനൊന്നിനും അങ്ങോട്ടും മറുപടി കൊടുക്കുന്നില്ല. കാരണം എന്താ, ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന മനസ്സ് ഭഗവാനെ കാണാനുള്ള മനസ്സാണെങ്കിൽ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ ഈ കൃഷ്ണനോടൊരു അപരാധമാണോ ചെയ്യുന്നതെന്നൊരു ടെൻഷൻ ആർക്ക് തോന്നി? അക്രൂരർക്ക് തോന്നി. ആ വിഷമത്തോട് കൂടിയിട്ടാണ് അക്രൂരർ പോകുന്നത്. ആ ടെൻഷൻ കൊണ്ട് അക്രൂരൊന്നും വ്യക്തമായി പറയാതിരുന്നപ്പോൾ ഭഗവാന് കാര്യം മനസ്സിലായി. ഭഗവാൻ അക്രൂരരോട് ചോദിച്ചു, അക്രൂരെ എന്താ ഒരു വല്ലാത്ത അങ്ങ് ഒന്നിനൊന്നും വ്യക്തമായി മറുപടി തരുന്നില്ലല്ലോ, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ വൃന്ദാവനത്തിൽ വെച്ച്. അപ്പൊ പറഞ്ഞു, വേറൊന്നുമല്ല, അക്രൂരർക്ക് സത്യം പറയാൻ പറ്റില്ലല്ലോ, വേറൊന്നുമല്ല, ഈ അവിടെ നിന്ന് ഇവിടേക്ക് യാത്ര ചെയ്ത് നിങ്ങളെയും കൂട്ടി തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ യാത്രാക്ഷീണം ഉണ്ടല്ലോ, ആ യാത്രാക്ഷീണം കൊണ്ട് തളർന്നിട്ടാണ് എന്ന് അക്രൂരർ ഒരു കളവ് പറഞ്ഞു. ഭഗവാന് ഇത് കൃത്യമായിട്ട് മനസ്സിലായി. ഭഗവാൻ പറഞ്ഞു, അക്രൂരരെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അങ്ങ് ഈ നദിയിലിറങ്ങി ഒന്ന് കുളിക്കും. കാര്യം എന്താ, ഒന്ന് വെള്ളത്തിലൊക്കെ കുളിച്ചാൽ നമ്മളില്ലേ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആവുമല്ലോ. ഇത് അക്രൂരരോട് ഭഗവാൻ കാണിക്കുന്ന ഒരു കാരുണ്യവുമാണ്. അക്രൂരുടെ മനസ്സിലെ ഭയത്തെ ഇല്ലാതാക്കാനുള്ള ഭഗവാന്റെ ലീലയുമാണ്. അക്രൂരർക്ക് തോന്നി അതെന്തായാലും കൊള്ളാം, അകമേ ഉള്ള ആ ഒരു വേവലാതി മാറിയില്ലെങ്കിലും പുറമേ ഉള്ള ക്ഷീണമെങ്കിലും ഒന്ന് മാറുന്നെങ്കിൽ അത്രയ്ക്ക് കാരണം എന്താ, അക്രൂരർക്ക് ഈ ഭയം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്രൂരർ രഥം നിർത്തി പശുക്കളെയൊക്കെ കുതിരകളെയൊക്കെ അഴിച്ച് വെള്ളം കുടിപ്പിച്ച് അവിടെ കെട്ടി. അതിനുശേഷം ഈ കുട്ടികളെ എടുത്ത് ഒരു മരത്തിന്റെ ചവിട്ടിൽ ഇരുത്തി അവർക്ക് കഴിക്കാൻ വേണ്ടി കുറെ പഴങ്ങളൊക്കെ പിച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുളി കഴിഞ്ഞ് വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അക്രൂരർ നേരെ നദിയിലേക്ക് ഇറങ്ങി. അക്രൂരർ നദിയിലേക്ക് ഇറങ്ങി മുങ്ങുമ്പോൾ നേരെ അതിൻ്റെ അടിയിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നൊരു ശബ്ദം കേട്ടു. അക്രൂരർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അതാ അവിടെ കൃഷ്ണൻ ഇരിക്കുന്നു. അക്രൂരരോട് ചോദിച്ചു, അക്രൂരരെ എന്തൊക്കെയുണ്ട് വിശേഷം? അക്രൂരർ ഞെട്ടിപ്പോയി. മേളിൽ ഇരുത്തിയിട്ട് വന്നവൻ വെള്ളത്തിനട. അക്രൂരർ ചാടി പെട്ടെന്ന് മുകളിൽ കയറി. അക്രൂരർ മേളിൽ കയറിയിട്ട് നോക്കുന്ന കൃഷ്ണൻ ഇരിക്കുന്നിടത്ത് ഉണ്ടോന്നാണ്. അവിടെ ഉണ്ട്. അക്രൂരർക്ക് തോന്നി എനിക്ക് തോന്നിയതാവും. മനസ്സിലായില്ലേ?
വീണ്ടും അക്രൂർ രണ്ടാമതിറങ്ങി മുങ്ങി. അക്രൂർ അടിയിൽ കണ്ണ തുറന്നു വെച്ചുകൊണ്ടാണ് ചാടിയത്. എന്താ കാര്യം? ഇത് വീണ്ടും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. ആ സമയത്തും അടിയിൽ ആളിരിപ്പുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു, അക്രൂരെ സുഖം തന്നെയല്ലേ? അക്രൂർ അപ്പോഴും ചാടി മേളിൽ കയറിയിട്ട് കൃഷ്ണന്റെ അടുത്ത് വന്ന് നോക്കി, തുണിയൊക്കെ നനഞ്ഞിരിപ്പുണ്ടോ? കാരണം ഞാൻ കയറുന്നതിന് മുമ്പങ്ങാണ് ഇനി കുട്ടികളാണോ വേഗത്തിൽ കയറിയതാണോ അറിയാം. മൂന്നാമത്തെ തവണ അക്രൂർ മുങ്ങുമ്പോ അടിയിൽ നിന്ന് ചോദിച്ചു, അക്രൂരെ എല്ലാം ശരിയായില്ലേ? അക്രൂർ പറഞ്ഞ എല്ലാം ശരിയായി. എന്താ കാരണം? അക്രൂർക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ അജ്ഞാനവും മാറി. മൂന്നാമത്തെ തവണ കൊണ്ട് തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണം കളഞ്ഞ് സത്വഗുണത്തിലേക്ക് പ്രവേശിച്ച അക്രൂർക്ക് ഭഗവാന്റെ ദർശനം കിട്ടി. അതോടുകൂടി അക്രൂരര് പിന്നെ കയറി വരുന്നത് ഭഗവാൻ അങ്ങോട്ടൊന്നും ചോദിക്കേണ്ടതില്ല. അക്രൂർ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി മധുരയിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ്. കാരണം എന്താ? പിന്നീട് അക്രൂരുടെ മനസ്സിലുള്ള ആശങ്ക ആരെക്കുറിച്ചാ? ഭഗവാനെ കുറിച്ചല്ല, പിന്നെയോ കംസനെ കുറിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? കംസ, നിന്റെ ഗതി എന്താവോന്ന് എനിക്കറിയാൻ സാധിക്കത്തില്ല. മനസ്സിലായില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് അക്രൂരർക്ക് ആ ഭഗവാന്റെ ശക്തി എന്താണ് എന്ന് ബോധ്യപ്പെട്ടു. ഈ അക്രൂരർ നേരെ ചെന്നു മധുരയിലെത്തി. മധുരയിലെത്തിച്ചേർന്ന അക്രൂരർ ഭഗവാനോട് പറഞ്ഞു, രാത്രിയായി, രാവിലെയാണ് രാജാവിനെ കംസനെ മുഖം കാണിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എൻ്റെ ഗൃഹത്തിൽ വസിക്കാം. അക്രൂർ അന്ന് തന്നെ വസിക്കാന്ന് പറഞ്ഞതിന്റെ കാരണം അക്രൂർക്ക് പിന്നെയും ഒരു പൂർണ്ണതയിലെത്തിയില്ല. കാരണം എന്താ? വീണ്ടും കംസന്റെ അടുത്തേക്ക് അവിടേക്ക് ചെന്നപ്പോഴത്തേക്ക് വീണ്ടും ഭയം ചെറുതായിട്ട് വന്നു. അപ്പം ഭഗവാന്റെ ആ ഒരു സ്പർശം തന്റെ ഗൃഹത്തിൽ ഉണ്ടാകട്ടെ എന്നൊരു ആഗ്രഹത്തിലാണ്. ഭഗവാൻ പറഞ്ഞു, അക്രൂരെ വിഷമിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ കാണും. മനസ്സിലായില്ലേ? നീ കാണാത്ത ആളാരാ? കംസനായിരിക്കും. എൻ്റെ അർത്ഥവും കൂടെ വ്യക്തമാക്കി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, പിന്നീട് ഒരിക്കലാവട്ടെ എന്ന് പറഞ്ഞ് ആരെ അയച്ചു? അക്രൂരെ മടക്കി വെച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ നഗരപ്രദേശം കാണുന്നത്. ഈ ഉത്സവത്തിന് അനവധി കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളൊക്കെ ഞങ്ങളൊന്ന് നടന്ന് കാണട്ടെ എന്ന് ആര് പറഞ്ഞു? കൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ അക്രൂരര് അവിടെ നിന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് പോയി. കൃഷ്ണനും ബലരാമനും അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഒരു വലിയ പട്ടുവസ്ത്രങ്ങളൊക്കെ തുന്നിക്കൊടുക്കുന്ന ഒരു തയ്യൽ കടയുടെ അടുത്ത് വന്നു, വസ്ത്ര വ്യാപാരിയുടെ അടുത്ത് വന്നു. അയാളടുത്ത് ചോദിച്ചു, ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഗ്രാമീണ വേഷമാണ്, ഈ കാര്യം മേയ്ക്കാൻ പോകുമ്പോൾ ഉടുക്കുന്ന കണക്കുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഗ്രാമതലത്തിൽ ജീവിക്കുന്നവരുടെ വസ്ത്രവും പട്ടണത്തിൽ ജീവിക്കുന്നവരുടെ വസ്ത്രവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ വസ്ത്രങ്ങളിൽ ചിലത് ഞങ്ങൾക്കും കൂടി തയ്യാറാക്കി തരണമെന്ന് ഭഗവാൻ ആവശ്യപ്പെട്ടു. ഈ തയ്യൽക്കാരനാകട്ടെ ഭഗവാനെ പരിഹസിച്ചു. കാരണം എന്താ? രാജാവിനും വലിയ പ്രഭുക്കന്മാർക്കും വലിയ ധനം വാങ്ങി മാത്രം താൻ വസ്ത്രം തുന്നി കൊടുക്കുന്ന ആളാണ്. നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾക്കൊന്നും തരാനില്ല, ഇതിന് വലിയ വിലയാവുന്നതൊക്കെ പറഞ്ഞ് ഭഗവാനെ പരിഹസിച്ചു. ഭഗവാൻ തന്റെ ഇടത് കരം കൊണ്ടൊരു അടി കൊടുത്തു, അയാളെ വധിച്ചു. ഒരു തുണിയുടെ പേര് ഒരാളെ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നീട് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണെന്ന്. ഇത് കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് വസ്ത്രമൊക്കെ ഇട്ടിട്ട് മുന്നോട്ട് നടന്നു വരുമ്പോഴാണ് അവിടെ കൊട്ടാരത്തിലെ ബ്യൂട്ടീഷ്യൻ, പണ്ടുകൊണ്ടായിരുന്നു ഈ സാധനം കേട്ടോ, ഇപ്പം മാത്രമല്ല, അവിടെ കുബ്ജ എന്നു പേരുള്ള 3 വളവുകളോട് കൂടിയ എന്നാൽ അതീവ സുന്ദരിയാണ്. മനസ്സിലായി? കാണാൻ അതീവ സുന്ദരിയാണ്, പക്ഷേ ശരീരത്ത് 3 വളവുകളോട് കൂടിയായ കുബ്ജ, കൂനിയായ കുബ്ജ നേരെ നടന്നു വരുന്നു. കയ്യിലൊരു താലമുണ്ട്. ഈ താലത്തിനകത്ത് സുഗന്ധ ലേപനങ്ങളും ഈ കുറിക്കൂട്ടുകളും ഒക്കെ ഉണ്ട്, അലങ്കാര വസ്തുക്കളൊക്കെ കയ്യിലുണ്ട്. ഭഗവാൻ ചോദിച്ചു, ഇതെന്താണ്? നിങ്ങൾ ഇതുകൊണ്ട് എവിടെ പോകുന്നു? അപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ കൊട്ടാരത്തിലെ രാജ്ഞിക്കും പ്രധാനപ്പെട്ട ആൾക്കാർക്കൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അവർക്ക് ആവശ്യമുള്ള ഈ സാധനങ്ങൾ തയ്യാറാക്കി കൊടുക്കലാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് ഞങ്ങൾക്കും കൂടെ ഒന്ന് ഇട്ട് തരൂ, ഇച്ചിരി മേക്കപ്പൊക്കെ ഇരിക്കുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുബ്ജ എന്ത് ചെയ്തു? ഭഗവാനെ ചേർത്ത് നിർത്തി വളരെ വാത്സല്യത്തോടു കൂടി കുബ്ജ ഭഗവാൻ ഈ മേക്കപ്പൊക്കെ ഇട്ടുകൊടുത്ത് അലങ്കരിച്ചു. അപ്പോൾ ഭഗവാന് അത്രയും സ്നേഹം പ്രകടിച്ചപ്പോൾ ഒരു സന്തോഷം. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ കുബ്ജയുടെ അടുത്തേക്ക് ചെന്നിട്ട് കുബ്ജയുടെ കാലിലിട്ട് ഒരു ചവിട്ട് കൊടുത്തു. മനസ്സിലായി? ഇഷ്ടം വന്നപ്പോൾ പിന്നെ ചവിട്ടുകൂടെ കൊടുക്കാൻ വിടാൻ പറ്റില്ല, ഒരു ചവിട്ട് കൊടുത്തു. താടിക്ക് പിടിച്ചൊരു പൊക്കൂടെ പൊക്കി. അപ്പോൾ വളഞ്ഞിരിക്കുന്ന ഒന്നിന്റെ താഴെ ചവിട്ടിട്ട് മേളിൽ പിടിച്ച് ഉയർത്തിയാൽ എങ്ങനെയായിരിക്കും? നേരെ ആയിക്കോളും. മനസ്സിലായി? കുബ്ജയുടെ ആ കൂനിലൊരു തടവുകയും കൂടെ ചെയ്തു. അപ്പോഴോടുകൂടി കുബ്ജയുടെ കൂന് എന്ന് പറയുന്നത് കുബ്ജയ്ക്ക് ഭയങ്കര ആനന്ദമായി. കാരണം എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും ആ സൗന്ദര്യത്തിന്റെ വിപരീതമല്ലേ ആ കൂനെന്ന് പറയുന്നത്. ആ അവസ്ഥയിലായിരുന്നു കുബ്ജ. അതോടുകൂടി കുബ്ജ ആനന്ദത്തോടുകൂടി ഭഗവാനെ വാരിപ്പുണർന്നു.
കുബ്ജയും തൻ്റെ വീട്ടിലേക്ക് ഭഗവാനെ ക്ഷണിച്ചു. ഭഗവാൻ പറഞ്ഞു പിന്നീടാവട്ടെ, അതും വിട്ടു. അങ്ങനെ ആ രാത്രി കടന്നുപോയി. പിറ്റേന്ന് രാവിലെ ഭഗവാൻ ബലരാമനുമായിട്ട് നേരെ കംസനെ കാണാനെത്തണം. ഇതിനിടയിൽ വെച്ച് ആ രാത്രിയിൽ പിന്നീട് ഇവർ ചെല്ലുന്നത് ഈ വലിയ യാഗശാല പോലെ ഇട്ടിരിക്കുന്ന ആ ആഘോഷത്തിൻ്റെ പ്രധാനമായ വില്ല് വെച്ചിരിക്കുന്ന സ്ഥലത്താണ്. ആ വില്ല് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വലിയ വില്ലാണ് ഇരിക്കുന്നത്. കാരണം ആ വില്ലിൻ്റെ പ്രത്യേകം മുമ്പേ പറഞ്ഞു, കംസനെ അല്ലാതെ മറ്റൊരാൾക്ക് എടുത്ത് പൊക്കാൻ പറ്റില്ല, അത്രയും വലുതാണ്. മറ്റുള്ളവർ പലരും നിരവധി ഭടന്മാർ ചേർന്നിട്ടാണ് അവിടെ കൊണ്ടുവെക്കുന്നത്. ഈ വില്ലിന് കാവൽക്കാരൊക്കെ നിൽപ്പുണ്ട്. എന്തിനാണ് ഈ വില്ല് പ്രദർശിപ്പിക്കുന്നത്? കംസൻ ഇത്രയും വലിയ ശക്തനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനും ഭയത്തെ ഉളവാക്കാനുമാണ്. ഭഗവാൻ അകത്തോട്ട് കയറി ആ വില്ലിൻ്റെ അടുത്തൊക്കെ വന്ന് നിന്നപ്പോൾ ഈ വില്ലൊന്ന് തൊട്ടു നോക്കാനായിരുന്നു ആ കാവൽക്കാർ പരിഹസിച്ചു. എന്താ എടുക്കാൻ പോവാന്നൊന്ന് ചോദിച്ചു കളിയാക്കിക്കൊണ്ട്. ഭഗവാൻ ചോദിച്ചു എടുക്കാവോ? ആ പിന്നെ എടുത്തോളൂ, എന്താ കാര്യം? എടുക്കാൻ ശ്രമിച്ചാൽ പറ്റാതെ ഈ കുട്ടികളെ കളിയാക്കി ചിരിക്കാൻ വേണ്ടി ഇവരൊരു ഹാസ്യാത്മകമായി പറഞ്ഞാണ്. വളരെ നിസ്സാരമായി ഭഗവാൻ ആ വില്ല് എടുത്തു പൊക്കുക മാത്രമല്ല, രണ്ട് ഭാഗത്തായിട്ട് പിടിച്ച് നേരെ തൻ്റെ കാൽമുട്ട് ഉയർത്തി കാലിൻ്റെ മുട്ടിലേക്ക് വെച്ച് രണ്ടായിട്ട് ഒടിച്ചു മാറ്റി. കാവൽക്കാരി ഞെട്ടിപ്പോയി. ആ വില്ലിനെ നിസ്സാരമായിട്ട് ഒടിച്ചു. ഒരു തുണ്ട് ബലരാമൻ്റെ കൊടുത്ത് വെറും കൈയോടെ നിൽക്കണ്ട, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു തുണ്ട് ഭഗവാനും പിടിച്ചു. കാരണം എന്താ, ഈ കാവലിൽ നിന്നവർ ഇത്രയും കൂടി വില്ലൊടിഞ്ഞാൽ കംസൻ വെറുതെ വിടത്തില്ലല്ലോ. ഇവരുടനെ തന്നെ വില്ലൊടിച്ചവനെ കൊല്ലാൻ വേണ്ടി ആയുധമെടുത്തു. ഇവർ ആയുധമെടുത്തുകൊണ്ട് വരുമ്പോൾ ഈ വില്ലിൽ ഒടിച്ച ഭാഗം കൊണ്ട് തന്നെ ബലരാമനും കൃഷ്ണനും ഇവരെല്ലാം അടിച്ച് വധിച്ചു. ഇതെല്ലാം കൃത്യസമയത്ത് ആരറിയുന്നുണ്ട്? കംസൻ അറിയുന്നുണ്ട്. കംസന് ആകെ പരിഭ്രാന്തിയിലേക്ക് എത്തപ്പെട്ടു. ഇതിന് ശേഷമാണ് നേരം വെളുത്തപ്പോൾ കംസൻ പക്ഷേ ഈ ഭയത്തെ ഒന്നും പുറത്ത് കാണിക്കാതെയാണ് നിൽക്കുന്നത്. ആ കംസനെ കാണാൻ വേണ്ടിയിട്ട് നേരെ ഈ കൊട്ടാരത്തിലേക്ക് കോട്ട കടന്നു വരാനുള്ള സ്ഥലത്തേക്ക് ആരെത്തുന്നു? ഭഗവാനും ബലരാമനും വരുന്നു. ഈ സമയത്ത് ഇവർ മുന്നിലേക്ക് വരുന്ന ആ കവാടത്തിൽ ഒരു വലിയ മതയാനയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആ ആനയുടെ പേര് കുവലയപീഠം എന്ന് പറഞ്ഞ ആനയാണ്. ഈ ആനയെ കംസന് കിട്ടിയതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. എന്താ? ഈ കുവലയപീഠത്തെ എവിടുന്നാ കിട്ടിയത്? കംസൻ ഈ കുവലയപീഠത്തെ എവിടുന്നാ കിട്ടിയത്? കംസന് ശ്രീധരൻ കിട്ടിയ സാധനമാണ്. മനസ്സിലായില്ലേ? ജരാസന്ധൻ വളർത്തിയിരുന്ന ആനയാണ്. ജരാസന്ധൻ എല്ലാ ദിവസവും രാവിലെ വന്ന് വ്യായാമം ചെയ്യുന്ന ഈ ആനയോട് മല്ല് പിടിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ആനയെ അങ്ങോട്ട് തള്ളും, ആന ഇങ്ങോട്ട് തള്ളും, ആനയുടെ തുമ്പിക്കൈ പിടിച്ചു നോക്കും, കാലയെ പിടിച്ചു നോക്കും. ജരാസന്ധൻ വ്യായാമം ചെയ്യുന്നത് ഈ ആനയുമായി ചേർന്ന് നിന്നിട്ടാണ്. ജരാസന്ധൻ വലിയ മല്ലയുദ്ധ വീരനാണ് ജരാസന്ധൻ. അപ്പോൾ ആ ജരാസന്ധൻ വ്യായാമം ചെയ്യുന്ന ആനയാണ്. ഒരു ദിവസം ജരാസന്ധൻ നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു ചെറുപ്പക്കാരൻ ഈ ആനയുടെ വാല് പിടിച്ച് ആകാശത്തിട്ട് കറക്കുന്നു. മനസ്സിലായില്ലേ? ജരാസന്ധൻ ഉടനെ ആളിനെ വിട്ടടാ, ഇത്രയും ശക്തിയുള്ള ഈ ആനയെ തനിക്ക് പോലും ഇങ്ങനെ പൊക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഈ ആനയെ വാലി പിടിച്ച് ആകാശത്ത് വട്ടം ചുറ്റുന്നവനാരാ? തിരക്കിപ്പോയവർ തിരിച്ചു എന്ന് പറഞ്ഞു, അത് മധുരയിലെ ഉഗ്രസേൻ്റെ മോൻ കംസനാണ്. മനസ്സിലായില്ലേ? ജരാസന്ധനങ്ങ് ഇഷ്ടമായി. ഇത്രയും ശക്തിയുള്ളവനാണോ? എന്നാൽ പിന്നെ അവൻ എൻ്റെ ബന്ധുവായിട്ടിരിക്കട്ടെ. ദുഷ്ടന്മാരെപ്പോഴും ശക്തിയുള്ളവരെ ബന്ധുവാക്കാൻ ശ്രമിക്കും. മനസ്സിലായില്ലേ? അതിന് പകരം ആ സമയത്ത് തൻ്റെ മക്കളായ അസ്ഥിയേയും പ്രാപ്തി എന്ന് പറയുന്ന രണ്ടുപേരെ വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ ശ്രീധനമായിട്ട് എന്തും കൊടുത്തു? ഈ കുവലയപീഠത്തെ കൊടുത്തു. കാരണം കുവലയപീഠത്തിൻ്റെ പ്രത്യേകിച്ച് മതയാനയാണ്. ഈ യുദ്ധക്കളത്തിൽ പോലും ഇളക്കി വിട്ട് എതിർ വരുന്ന ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കാൻ ഒറ്റയ്ക്ക് സാധിക്കുന്ന അത്രയും കരുത്തുള്ള ആനയാണ്. ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ആനയാണേത്? ഈ കുവലയപീഠം. ഈ ആനയാണ് ഭഗവാനെ വരവേൽക്കുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത്. ഈ കുവലയപീഠമാകട്ടെ കംസന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാണ്. ആ കുവലയപീഠം ഈ ഭഗവാൻ ബലരാമനും കൃഷ്ണനും കൂടി നടന്നു വരുമ്പോൾ തൻ്റെ തുമ്പിക്കൈ ആകാശത്തേക്ക് ഉയർത്തി മുൻകാലുകൾ രണ്ടും അങ്ങോട്ട് മേലോട്ട് പൊക്കി അലറി കുതിച്ച്, ആ അലർച്ച കേട്ടാൽ തന്നെ സാധാരണ ആൾക്കാർ ഭയന്നോടും. ആ അലർച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ തൻ്റെ രണ്ട് കാല് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ചവിട്ടി ഉറപ്പിച്ച് ആഴത്തിലേക്കാക്കി തൻ്റെ രണ്ട് കൊമ്പ് കൊണ്ടും കൃഷ്ണനെയും ബലരാമനെയും കോർത്തെടുത്ത് തൻ്റെ ശിരസ്സുയർത്തി കംസന് കാഴ്ച വെക്കാൻ വേണ്ടി ഇവരെ രണ്ടുപേരെയും മാറിടം കുത്തിപ്പിളർന്ന് കാഴ്ച വെക്കാനുള്ള ആ ആവേശത്തോടു കൂടി, ആവേഗത്തോടു കൂടിയിട്ടാണ് കുവലയപീഠം കുതിച്ച് മുന്നോട്ട് പാഞ്ഞത്.
ഭഗവാൻ ബലരാമനെ കൈകൊണ്ട് പിടിച്ചൊന്ന് മാറ്റി ഒരൊറ്റ കുതിപ്പിന് നേരെ കുവലയപീഠത്തിൻ്റെ മൂർധാവിലേക്ക് ചാടി കയറിക്കൊണ്ട് നേരെ തൻ്റെ 2 കൈകളും ചേർത്ത് കുവലയപീഠത്തിൻ്റെ മൂർധാവ് നോക്കി ഒരൊറ്റ പ്രഹരത്തിൽ കുവലയപീഠം ചരിഞ്ഞു. കുവലയപീഠം നേരെ ചരിഞ്ഞ് മരണത്തിലേക്ക് വീണു. ഈ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? കുവലയപീഠത്തെ കൊന്നിട്ടും വിട്ടില്ല. 2 കൊമ്പ് ചവിട്ടി പിഴുതെടുത്തു. ഒരു കൊമ്പ് ബലരാമൻ്റെ കൊടുത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു കൊമ്പ് ഭഗവാനെ പിടിച്ചു. അങ്ങനെ ആനയും കൊന്ന് കൊമ്പും ഒക്കെയായി അകത്തോട്ട് കയറി. ഈ കുവലയപീഠത്തിൻ്റെ പുറവിൽ 2 പേര് നിൽപ്പുണ്ട്. കംസന്റെ അതേ ശക്തിയുള്ള ചാണൂരനും മുഷ്ടികൻ എന്ന് പറയുന്ന മല്ലയുദ്ധക്കാര്. അവരിതുവരെയും തമാശയൊക്കെ പറഞ്ഞിരുന്നത്. എന്താ കാരണം? കുവലയപീഠം മുമ്പേ പോണ്ട്. കുവലയപീഠം കഴിഞ്ഞ് അവൻ ഇങ്ങോട്ട് വന്നാലല്ലേ മല്ലയുദ്ധത്തിൻ്റെ ആവശ്യമുള്ളൂ. കുവലയപീഠത്തിന് കഴിഞ്ഞ് വരാൻ സാധ്യത ഒട്ടുമില്ല എന്നായിരുന്നു ഇവരുടെ ധാരണ. പക്ഷെ കുവലയപീഠത്തിൻ്റെ ഗതി കണ്ടതോടുകൂടി മുഷ്ടികനും ചാണൂരനും ചാടി എഴുന്നേൽക്കുകയും ആ സമയത്ത് തന്നെ ഭഗവാൻ ചാണൂരനുമായി മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ടു. അവിടെ ബലരാമൻ മുഷ്ടികനുമായി മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ടു. 2 പേരും ഈ മല്ലന്മാരെ അടിച്ച് വധിച്ചു. ഇതെല്ലാം ആര് കണ്ടുകൊണ്ടിരിക്കുകയാണ്? മട്ടുപ്പാവിലിരുന്ന് കംസൻ കണ്ടുകൊണ്ടിരിക്കുക. കംസൻ ഇതൊക്കെ നടന്ന സമയത്ത് കംസന്റെ ഉള്ളിലെ മരണഭയം വർദ്ധിച്ചു. പക്ഷെ പുറമേ കാണിക്കാതെ കംസൻ ഗദയുമായി ചാണ്ടി എഴുന്നേറ്റ സമയത്ത് തന്നെ ഭഗവാൻ ഒരൊറ്റ കുതിപ്പിന് മട്ടുപ്പാവിലേക്ക് കുതിച്ചെത്തി. അവിടെ നിന്ന് കംസനെ ആ ഉടുവസ്ത്രത്തോടെ പൊക്കിയെടുത്ത് ആയുധം തട്ടിക്കളഞ്ഞ് നേരെ നിലത്തേക്ക് കൊണ്ടുവന്ന് അങ്ങോട്ടിട്ട് കംസന്റെ മാറിടത്തിലേക്ക് തൻ്റെ കാൽമുട്ടൊന്ന് ഊന്നി. അതോടുകൂടി കംസൻ വധിക്കപ്പെട്ടു. കംസനെ വധിച്ച വളരെ നിസ്സാരമായിട്ടാണ്. വളരെ നിമിഷം കൊണ്ട് ആരെ വധിച്ചു? കംസനെ. അപ്പൊ നമുക്കൊരു സംശയം തോന്നാം, ഇത്രയും നിസ്സാരമായി വധിച്ച കംസനെ കൊല്ലാനാണോ കൃഷ്ണൻ ഇങ്ങനെ ഒരു അവതാരം എടുത്തത്? അല്ലേ? ദേവയുടെ 8ാമത്തെ പുത്രനായി ഇത്രയും പ്രതിസന്ധികളൊക്കെ കടന്നു വന്നത് ഇത്രയും നിസ്സാരനാണോ കംസൻ? വെച്ചാൽ കംസൻ നിസ്സാരനായതുകൊണ്ടല്ല, കംസൻ ഏകദേശം വെന്റിലേറ്ററിലായിരുന്നു. മനസ്സിലായില്ലേ? എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവനെ കൊല്ലാൻ എളുപ്പമല്ലേ? ആണോ അല്ലേ? നമ്മൾ വെന്റിലേറ്റർ മനസ്സിലായില്ലേ? ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കൊണ്ട് നമ്മളെ കിടത്തിയിരിക്കുകയാണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിന് വേണമെങ്കിലും വന്നാൽ രൂപ നൂരി കളഞ്ഞ് നമ്മൾ പോകാം. ഇവിടെ എന്താ കംസൻ വെന്റിലേറ്റർ ആണെന്ന് പറയാൻ കാരണം? ദേവകിയുടെ വിവാഹം മുതൽ കംസന്റെ മരണത്തിന്റെ ആരംഭം കുറിച്ചു. അന്നൊരു അശരീരി കേട്ടില്ലേ? അശരീരി കേട്ടതോടുകൂടി തന്നെ ഉള്ളിലെ ഭയം വന്നു, മരണഭയം. അത് കഴിഞ്ഞ് 8ാമത്തെ കുഞ്ഞിന് പകരം വന്ന പെൺകുഞ്ഞ് മുകളിൽ പോയി പറഞ്ഞു, നിന്റെ അന്തകൻ റെഡിയാണ്, വന്നിട്ടുണ്ട്. കംസന്റെ 1ാമത്തെ അറ്റാക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ പൂതനെ വിട്ടു. പൂതനെ തട്ടിപ്പോയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത അറ്റാക്കായി. ഇങ്ങനെ ആയി ഏതാണ്ട് കംസൻ ഈ അക്രൂരനെ വിട്ട് ഇങ്ങോട്ട് വരുത്തുമ്പോൾ ഐസിയിലാണ്. ഇവിടെ വന്ന് വില്ലൊടിച്ച് ബാക്കി എല്ലാം കൂടെ ചെയ്തിപ്പോൾ കുവലയപീഠത്തെയും വധിച്ച് മുഷ്ടിക ചാണൂരന്മാരെയും വധിച്ചതോടുകൂടി ഏതാണ്ട് പരവശതയിലെത്തി. മനസ്സിലായില്ലേ? അവസാന ശ്വാസത്തിലാണ് ആര് നിൽക്കുന്നത്? കംസൻ നിൽക്കുന്നത്. കംസനെ നിസാരമായിട്ട് അവിടെ ഇവിടെ നിസാരമായി കംസനെ നമ്മൾ ആലോചിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയൊരു വധമാണ്, ഒരു പരമ്പരയാണ് ഭഗവാൻ കംസനോട്. 18 വർഷത്തിലധികം കാലം കംസനെ മരണഭയം കൊണ്ട് വേട്ടയാടി. ദേവകിയുടെ വിവാഹം കഴിഞ്ഞു അല്ലേ? ഭഗവാൻ ഇഞ്ഞു നേരെ കംസന്റെ അടുത്തേക്ക് വരുന്നത് ഏതാണ്ട് 10-20 വർഷത്തിനടുത്ത് കാലയളവായിനിടയ്ക്കുണ്ട്. 8ാമത്തെ മകനായി ജനിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 8 വർഷത്തിൽ കൂടുതൽ എടുക്കുമല്ലോ. അത് കഴിഞ്ഞൊരു 11ാമത്തെ വയസ്സിലാണ് ഇവിടെ വരുന്നത്. അപ്പൊ അത്രയും കാലം കംസൻ എന്ത് ചെയ്തു? മരണം കൊണ്ട് ആ രോഗക്കിടക്കയിലേക്ക് കംസനെ എത്തിച്ചിട്ടുണ്ട്. ഇനി കംസനെ നിസ്സാരമായി വധിച്ചതിന്റെ പുറകിൽ മറ്റൊരു തത്വം കൂടി ചേർത്ത് പറയും. രാമാവതാര കാലത്ത് രാമൻ രാവണനെ വധിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. മനസ്സിലായില്ലേ? ഒരുപാട് പ്രയാസപ്പെട്ടു. ഒടുവിലാണ് ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ചുകൊണ്ട് വധിക്കാനൊക്കെ അഗസ്ത്യ മഹർഷി വന്ന് പറയുന്നതും അങ്ങനെ വധിക്കുന്നതും. അവിടെ വിഭീഷണൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് കഴിഞ്ഞപ്പോൾ ദേവന്മാർ ചോദിച്ചു, ഭഗവാനെ, അങ്ങ് ഇത്രയും പരാക്രമിയായിട്ട് ഒരു രാവണനെ വധിക്കാൻ ഇത്രയും കാലത്തെ അങ്ങേക്ക് വേണ്ടി വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കാലവും കാലാതീതനും ഒക്കെ ഞാൻ തന്നെയാണ്. അവിടുത്തെ അവതാരത്തിൽ കാണിച്ചു തരാം. കാലമൊന്നും എടുക്കാതെ സമയമൊന്നും എടുക്കാതെ നിസ്സാരമായിട്ടും വധിക്കാൻ പറ്റുമെന്ന് കാട്ടിത്തരാം. ആ അർത്ഥമാണ് ഇവിടെ ആരെ കാണിക്കുന്നത്? കംസനെ. ഇവിടെ ആരാണ് കംസൻ? കംസനായി ജനിച്ചത് ആരാണ്? രാമനോ? രാവണനോ? അല്ല. ഇവിടെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യത, അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത്. നമ്മൾ പലരും ഈ ഹിരണ്യകശിപുവിനെയും ഹിരണ്യാക്ഷനെയും വധിച്ചു.
അത് കഴിഞ്ഞ് രാവണ കുംഭകർണനെ വധിച്ചു. പിന്നെ അടുത്ത ജന്മം ഈ കംസനാണെന്നൊരു ധാരണ പലപ്പോഴും ഇപ്പോഴും പലരുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് ചോദിച്ചത്. ചോദ്യം ആരാ കംസൻ? ആരാണ്? രാമായണത്തിലുള്ളൊരു കഥാപാത്രമാണ്, കാലനേമി എന്ന് പറയും. അവിടെ രാമനും ലക്ഷ്മണനും നാഗാസ്ത്രമേറ്റ് പതിച്ചു കിടക്കുമ്പോൾ ജാംബവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ മൃതസഞ്ജീവനിയും കൊണ്ട് ആ ഹനുമാൻ തിരിച്ചു വന്നാൽ നാഗാസ്ത്രത്തിൽ നിന്ന് രാമലക്ഷ്മണന്മാർ എഴുന്നേൽക്കും എന്നറിയാവുന്ന രാവണൻ, മനസ്സിലായില്ലേ, അവിടെ ഹനുമാന്റെ യാത്ര താമസിപ്പിക്കാൻ വേണ്ടി, ഹനുമാനെ എതിരിടാൻ പറ്റത്തില്ലെന്ന് ആർക്കറിയാം? രാവണൻ അറിയാം. കാരണം എന്താ? അത് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് രാവണൻ. കാര്യം രാവണന്റെ കരണക്കുറ്റിക്ക് നോക്കി ഒരൊറ്റ അടിക്ക് രാവണനെ തെറിപ്പിച്ചിട്ടുണ്ട് ഹനുമാൻ. അപ്പൊ ഹനുമാന്റെ ശക്തി അറിയാം. അപ്പൊ പിന്നെന്ത് ചെയ്യണം? തന്ത്രപൂർവ്വം സമയമൊന്ന് കുറയ്ക്കണം. വേഗത്തിൽ വരാതിരുന്നാൽ ആ സമയം കൊണ്ട് ഈ നാഗാസ്ത്രത്തിന് പ്രത്യേകിച്ച് ഈ പാമ്പ് കടിച്ച് വിഷം ഒരു സമയം കഴിഞ്ഞാൽ കയറി മരിക്കുന്നത് പോലെ ഇവർ മരണപ്പെടും. മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത്രയും സമയം എന്ത് ചെയ്യണം? ഹനുമാനെ ഏതെങ്കിലും തരത്തിലൊന്ന് താമസിപ്പിക്കണം. അതിനുവേണ്ടി രാവണൻ തൻ്റെ സുഹൃത്തായ കാലനേമിയെ പോയി കാണുന്നുണ്ട്. കാലനേമിയുടെ അടുത്ത് ചെല്ലുമ്പോൾ കാലനേമി ആദ്യമേ രാവണനെ ഉപദേശിക്കും. രാവണ, നീ രാമനോട് എതിരിടാൻ പോകണ്ട. എൻ്റെ അറിവ് വെച്ച് നോക്കിയാൽ രാമനായി വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ, സാക്ഷാൽ വിഷ്ണുവാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ആ സീതയങ്ങ് കൊടുത്തിട്ട് ചെന്ന് മാപ്പ് പറ, നിനക്ക് രക്ഷപ്പെടാനുള്ള അവസരം അതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വിനാശകാലേ വിപരീത ബുദ്ധി. രാവണൻ ഇതൊന്നും കേട്ടില്ല. രാവണൻ പറഞ്ഞു, നീ എന്നെ ഉപദേശിക്കണ്ട, നിന്റെ ഉപദേശമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ആദ്യം ഞാൻ എൻ്റെ വാള് കൊണ്ട് അങ്ങ് വധിക്കാം, അത് കഴിഞ്ഞ് ഉപദേശം കേൾക്കാൻ പറയും. എൻ്റെ അർത്ഥം നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ്. അപ്പോൾ ഒരു ഗതിയും ഇല്ലാതെ കാലനേമി എന്ത് ചെയ്യേണ്ടി വന്നു? രാവണൻ പറഞ്ഞത് കേട്ട് രാമകാര്യത്തിന് വിഘ്നം നിൽക്കേണ്ടി വന്നു. പക്ഷെ ആ ഹനുമാൻ അവസാനം കാലനേമിയെ അടിച്ച് ഓട്ടിക്കുന്നുണ്ട്. പിന്നീട് വിഷ്ണുവിൻ്റെ കയ്യാൽ കാലനേമി മരണപ്പെട്ടു. എന്നിട്ടും അതിനു മുമ്പുള്ള അസൂരിക ഭാവം കൊണ്ട് ആ കംസനായി ജനിക്കേണ്ടി വന്നു. ആ കാലനേമിയാണ് കംസൻ. അപ്പൊ കംസൻ ആ ജന്മത്തോടുകൂടി തന്നെ കംസൻ എന്ത് കിട്ടി? മോക്ഷമാണ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഭഗവാന്റെ കൈ കൊണ്ടാണല്ലോ മരണം. നേരെ ഭഗവാനിലേക്ക് തന്നെ കംസൻ വന്നു ചേർന്നു. ഇനി കംസൻ ഭഗവാനിലേക്ക് വന്നു ചേർന്നു എന്ന് പറയണമെങ്കിൽ ഈ ഭഗവാനും കംസനും ഇതുവരെയും രണ്ട് ഭാഗമായിരുന്നല്ലോ, അല്ലേ? അപ്പൊ ഇതെന്തായി ഒന്നായി മാറുന്നതിന്റെ കാരണം എന്താ? ഇവിടെ ജീവൻ അഹങ്കാരത്തിൽ പെടുമ്പോൾ ഉണ്ടാകുന്ന ദേഹാഭിമാന ബോധമാണ് കംസൻ എന്ന സ്വരൂപം. മനസ്സിലായില്ലേ? ആ ജീവൻ അഹങ്കാരത്തിൽ നിന്നും മുക്തനായി ആത്മബോധത്തിൽ നിൽക്കുന്ന പരമാത്മ സ്വരൂപമാണ് ഭഗവാൻ. ജീവനിൽ നിന്ന് അഹങ്കാരം വിട്ടൊഴിഞ്ഞാൽ ആ ജീവൻ ഏതിലേക്ക് ചേരും? ഏത് ചേരും? പരമാത്മാവിൽ ചേരും. മനസ്സിലായില്ലേ? ഇതാണ് കംസൻ ഭഗവാനിലേക്ക് ചേർന്നത്. അപ്പോൾ ഈ കംസൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദേഹാഭിമാന ബോധമാണ്, ഞാനെന്ന അഹങ്കാരമാണ്. ഇവിടെ നമ്മൾ ഭാഗവതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ഈ കംസൻ നമ്മളാണ് എന്ന് നമ്മൾ ആദ്യം ഉറപ്പിക്കണം. ആ കംസൻ എന്ന ഭാവത്തിൽ നിന്ന് എങ്ങനെ മുക്തനാവണമെന്ന് പഠിപ്പിക്കുകയാണ് പിന്നീടുള്ള ഓരോരോ ലീലകളും എന്ന് പഠിച്ചത്. നമ്മളിലുള്ള അഹംഭാവത്തെ ഒഴിവാക്കി ഭഗവാനിൽ ചേരാൻ പ്രാപ്തമാക്കാനുള്ള ചരിതമാണ് ഭഗവാന്റെ ഈ അവതാര ചരിതം. അപ്പോൾ ഈ കംസന്റെ അടുത്തേക്ക് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കംസൻ ദേഹാഭിമാന ബോധമാണെന്ന് പറഞ്ഞു. ആ കംസന്റെ ദേഹാഭിമാനത്തെ ബോധത്തെ വർദ്ധിപ്പിക്കുന്ന ആദ്യത്തെ ദുർഗുണമാണ് അജ്ഞാനം, അല്ലേ? അഹങ്കാരത്തെ ഉറപ്പിച്ച് നിർത്തുന്ന ദുർഗുണം, ആദ്യത്തെ ദുർഗുണം ഏതാ? അജ്ഞാനമാണ്. അതാണ് നമ്മൾ പൂതനയെ കുറിച്ച് പറഞ്ഞ അജ്ഞാനമാണ്. പിന്നെ ജഡത്വവാദമാണ്. ദേഹാഭിമാന ബോധത്തിൽ വരുമ്പോൾ എന്താ? ഈ നശിക്കുന്ന വസ്തുക്കൾ പോലും നശിക്കാത്തതാണെന്ന് ഭ്രമിക്കും. അതാണ് ഷടകാസുരൻ എന്ന് പറഞ്ഞു. പിന്നെ അമിതമായ അഹങ്കാരത്തിൽ വരുമ്പോൾ അമിതമായ കാമവാസനകൾ ഉണ്ടാവും, ഇല്ലേ? അത്യാർത്ഥി ഉണ്ടാവും. അതിനെയാണ് തൃണാവർത്തനം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബകാസുരനെ പറഞ്ഞു ഡംബാണെന്ന് പറഞ്ഞു. അകാസുരനെ പാവമാണെന്ന് പറഞ്ഞു, ഇല്ലേ? ഇങ്ങനെ ഈ അസുരന്മാരെല്ലാവരും മമതയാണ് വത്സാസുരനായി വന്നത്. ഇങ്ങനെയുള്ള ദുർഗുണങ്ങളെ ഇല്ലാതാക്കിയാണ് ഭഗവാൻ എവിടേക്ക് എത്തുന്നത്? കംസന്റെ സവിധത്തിൽ വരുന്നത്. ഇനി കംസന്റെ സവിധത്തിൽ വരുന്ന സമയത്ത് എന്താ ചെയ്തത്? ആദ്യം വില്ലൊടിച്ചു, അല്ലേ? വില്ലെന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരത്തിന്റെ പ്രൗഢി കാണിച്ചതിനെ ഒടിച്ചു. അപ്പം നമ്മളിലെയും പ്രൗഢിയായി നമ്മൾ പലരും പറയത്തില്ല, ഞാൻ ആരാന്നറിയാവോ, ഞാൻ ഇന്നതാണ്, എനിക്ക് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടെന്നൊക്കെ പൊങ്ങച്ചത്തിൽ കാണിക്കില്ലേ? ഇതൊക്കെ ഏത് സമയത്താണ് ഈ പൊങ്ങച്ചം മുഴുവൻ പൊങ്ങി വരുന്നത്? ഈ പൊങ്ങച്ചം മുഴുവൻ പ്രകടിപ്പിക്കുന്ന ഏത് സമയത്താ? അഹങ്കാരം ഉള്ളപ്പോഴാണോ ഇല്ലാത്തപ്പോഴാണോ?
അഹങ്കാരം ഉള്ളപ്പോഴാണ്. പ്രൗഢി കാണിക്കുന്നതൊക്കെ അഹങ്കാരം ഉള്ളപ്പോഴാണ്. യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് മറ്റെന്തൊക്കെയാണ് എന്ന് കാണിക്കാൻ ഒരു താല്പര്യം നമുക്കുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ആ അഹംഭാവത്തെ, പ്രൗഢിയെ എങ്ങനെ ഉപേക്ഷിക്കണം, അത് അജ്ഞാനത്തിന്റെ ലക്ഷണമാണ് എന്ന് കാണിക്കാൻ അത് പിടിച്ചു. അത് കഴിഞ്ഞ് വരുമ്പോൾ കുവലയപീഠത്തെ വധിക്കുന്നു അല്ലേ? ഈ കുവലയപീഠം എന്താണ്? കുവലയപീഠം എന്ന് വെച്ചാൽ ഗർവ് എന്ന ദുർഗുണമാണ്. മനസ്സിലല്ലേ? അഹങ്കാരത്തിനോട് ചേരുന്നതല്ലേ ഗർവ്. ഈ ഗർവ് എന്ന ദുർഗുണത്തെ എന്ത് ചെയ്യണം? ഒറ്റയടിക്കതിന് ഇല്ലാതാക്കണം. മനസ്സിലായില്ലേ? ഒരു കാരണവശാലും നമ്മളിൽ വളരാൻ അനുവദിക്കരുത്. ആ ഗർവിനെ വധിച്ചതിന് ശേഷം 2 കൊമ്പ് പിഴുതെടുത്തില്ലേ? ഗർവിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ആ ഗർവ് എങ്ങനെയാണോ നമ്മളെ പ്രയോഗിക്കുന്നത് ചോദിച്ചാൽ, ആ ഗർവ് അഹന്തയും മമതയും, ഇത് രണ്ടും ഗർവിനെ സൃഷ്ടിക്കുന്നത്. മമത എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാലോ അഹന്ത എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ പ്രകടനം. ഈ 2 എണ്ണമാണ് ഈ കൊമ്പ്. അഹന്തയെ പിടിക്കണമെങ്കിൽ ഇച്ചിരി ബലം വേണം. അതുകൊണ്ട് ആ കൊമ്പ് ആരെ കൈ കൊടുത്തു? ബലരാമൻ്റെ കയ്യിൽ. മമതയെ ഭഗവാനിലേക്കുള്ള മമതയാക്കി മാറ്റി. ഇപ്പം നമ്മുടെ ജീവിതത്തിലെ മമത ഭൗതികമായ അഹങ്കാരത്തിനോടല്ല ചേരേണ്ടത്, പിന്നെയോ ഈശ്വരനോട് ചേരണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ കൊമ്പ് ഭഗവാൻ അങ്ങ് പിടിച്ചു. ഇച്ചിരി മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഭാഗം പോലെ, അതുകൊണ്ടാണ് ഈ കുറച്ചുകൂടെ ലളിതമാക്കി പറയുന്നത്. അത്ര ശ്രദ്ധിച്ചാലേ നമുക്കത് അങ്ങോട്ട് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് തൊട്ട് പുറകിൽ കാണുന്ന 2 മല്ലയുദ്ധക്കാരല്ലേ? അതിലെ മുഷ്ടികനും ചാണൂരനും. അതെപ്പോഴും അഹങ്കാരത്തിൻ്റെ കൂടെ പിന്നെ കാണുന്ന 2 ദുർഗുണമാണ് രാഗദേശങ്ങൾ. മനസ്സിലായില്ലേ? രാഗം എന്ന് വെച്ചാൽ മോഹം, ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കോപം. ഈ കോപത്തെ പിടിക്കണമെങ്കിൽ കുറച്ച് ബലം വേണം. മുഷ്ടികനാണ്. മനസ്സിലായില്ലേ? ആ മുഷ്ടികൻ ആരെ കൈ കൊടുത്തു? ബലരാമൻ പിടിച്ചു പോന്നു. എന്നുവെച്ചാൽ ആ ദേഷ്യത്തെ അമർച്ച ചെയ്തു. രാഗത്തെ ആരങ്ങ് ചേർത്തു? ചാണൂരിനെ ഭഗവാൻ രാഗത്തെ ഭഗവാനിലേക്കും ചേർത്തു. അപ്പം മമതയും രാഗവും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരത്തിൽ നിന്ന് മുക്തമായി ആരിലേക്ക് ചേരണം? മമതയുണ്ടാവണം. ആരോട് മമത? ഭഗവാനോട് മമത. രാഗമുണ്ടാവണം. ആരോട് രാഗം? ഭഗവാനോട് രാഗം. മനസ്സിലായോ? ആ ഭാവത്തിലേക്ക് വന്നു. ഇത് കഴിയുമ്പോൾ ദേഹാഭിമാനം എന്ന് പറയുന്നത് ദുർബലമായി. അതുകൊണ്ടാണ് നിസ്സാരമായിട്ട് ആരെ വധിച്ചത്? കംസനെ വധിച്ചത്. അപ്പോൾ ദേഹാഭിമാന ബോധത്തിൽ നിന്ന് മുക്തനായ ജീവൻ ആരിലേക്ക് ചേരും? പരമാത്മാവിലേക്ക്. കാര്യം മനസ്സിലായോ കംസവധത്തിൻ്റെ? അപ്പോൾ ആ നിലയിൽ